ഉമേഷ്, ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ അവിടെ വന്നു തുടങ്ങിയെന്ന് മനസ്സിലാകുന്നു. മാലരാമപുരത്ത് ഒരുപാട് ജനങ്ങളുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഇത്തരം ഒരു മരണം സംഭവിച്ചതിനെക്കുറിച്ച് നാട്ടുകാർക്ക് ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞു ഇക്കാര്യത്തിൽ. ദേവേന്ദു വെള്ളത്തിൽ മരിച്ചു കിടന്നതിന് പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എസ്കെൻ, ഇതിൽ ഇപ്പോഴും പോലീസ് പൂർണ്ണ തോതിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതായത് എങ്ങനെ, എന്തിനു വേണ്ടി തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ആ ചോദ്യങ്ങൾ കൂടി എന്തിനു വേണ്ടി, ഈ ചോദ്യങ്ങൾ കൂടി ക്ലാരിറ്റി ആയി കഴിഞ്ഞാൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. ഈ നിമിഷം റിപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും സുപ്രധാനമായ വിവരം കൊലപാതകമെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയുള്ളത് തുടർ നടപടികളാണ്. ആര് കൊന്നു, എന്തിനു കൊന്നു, എന്തായിരുന്നു ഈ മറ്റ് തെളിവ് നശിപ്പിക്കാൻ അവർ നടത്തിയ ഇടപാടുകൾ, ഈ കാര്യങ്ങളാണ് ഇനി അന്വേഷിക്കേണ്ടത്. എന്തായാലും ഈ നിരവധി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ഒന്നുകൂടി ചേരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ ഒരു ബന്ധു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം രാവിലെ വന്നപ്പോഴാണ് ഇത്തരം സംശയത്തിലേക്ക് അല്ലേ പെട്ടെന്നൊരു പോലീസ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നറിഞ്ഞപ്പോൾ തന്നെ അതിനകത്തൊരു അസ്വാഭാവികത അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. വീട്ടിനകത്ത് തീ കത്തിയ സാഹചര്യവും പിന്നെ കുഞ്ഞ് 2 വയസ്സായ കുഞ്ഞല്ലേ. പിന്നെ പ്രാഥമികമായി അവർ പോലീസ് വന്നപ്പോൾ തന്നെ എനിക്കൊന്നും അദ്ദേഹത്തോട് ആ കഥ പറഞ്ഞിട്ടുണ്ടാകും. മറ്റാരോ പുറത്തുനിന്ന് വന്ന് കുഞ്ഞിനെ അപായപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന